ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. ഇന്ന് കാണുന്നത് സോഡ് ആർട്ട് ഓൺലൈൻ നായ്മയുടെ സീസൺ 1 11ാമത്തെ എപ്പിസോഡാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് കൂടിയും ചെയ്യുക. നൈറ്റ് ഓഫ് ബ്ലഡോത്തിൻ്റെ ചീഫ് കമാൻഡർ കിറിറ്റോയോടും ആസനയോടും ഇനി കുറച്ച് ദിവസത്തേക്ക് വെക്കേഷന് പോയിക്കോളാൻ പറയുകയാണ്. നിങ്ങൾക്ക് ബാറ്റിൽ ഫീൽഡിലേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ കുറച്ച് റെസ്റ്റിൻ്റെ ആവശ്യമുണ്ടെന്ന് പറയുന്നുണ്ട്. ഇനി അവർക്ക് ഫൈറ്റ് ചെയ്യാനൊന്നും പറ്റില്ല, കാരണം കിറിറ്റോക്കും ആസനക്കും അവളുടെ ബോഡി ഗാർഡ് കാരണം നല്ലപോലെ പരിക്കേറ്റിട്ടുണ്ട്. അങ്ങനെ പിന്നെ കാണുന്നത് അവർ മറ്റൊരു വീട്ടിൽ, അതായത് കുറേ ദൂരത്തുള്ള ഒരു ഫോറസ്റ്റിൻ്റെയൊക്കെ നടുവിലായിട്ട് ഒരു ചെറിയൊരു വീട്ടിൽ നിൽക്കുന്നതാണ്. അങ്ങനെ പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് കാണിക്കുന്നത് നമുക്ക് ഇവിടേക്ക് ഒന്ന് ചുറ്റിക്കറങ്ങണമെന്ന് ആസന പറയാണ്. പിന്നെ കാണുന്നത് അവർ രണ്ടുപേരും ഒരു സ്ഥലത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ആസന പറയാണ്, എനിക്ക് കാല് നല്ലപോലെ വേദനിക്കുന്നുണ്ട്, നീ എന്നെ എടുത്ത് കൊണ്ടുപോകുന്നു. കിറിറ്റോ അവിടെ തോളിലെട്ടി കൊണ്ടുപോവാണ്. അങ്ങനെ വയലിൽ കാണുന്നവരൊക്കെ ഇവരെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. അവർ ഒരു കാടിന് നടുവിലെത്തിയിട്ടുണ്ട്. ആ സമയത്ത് കിറിറ്റോ വരാണ്, ഇവിടെ കുറേ അധികം പ്രേതങ്ങളുണ്ട്. ആ സമയത്ത് ആസനക്ക് ഇവിടെ മറ്റാരൊക്കെ ഉള്ളതുപോലെ തോന്നുകയാണ്. ആ സമയത്താണ് ആസന ഒരു വെള്ള വസ്ത്രമൊക്കെ ഇട്ടൊരു കുട്ടി അതിവിടെ നടക്കുന്നത് കാണുന്നത്. ആസന വിളിച്ച് കരയുന്നുണ്ട്. അങ്ങനെ അവൾ കിറിറ്റോൻ്റെ ബാക്കിൽ വന്ന് നിൽക്കുകയാണ്. കിറിറ്റോയും ആ കുട്ടിയെ അവിടെ വെച്ച് കാണുന്നുണ്ട്. ആരാണിതെന്ന് മനസ്സിലാവാതെ അവരും ആകെ പേടിച്ചു പോവാണ്. ആ സമയത്ത് ആ കുട്ടി മയങ്ങി വീഴാണ്. അങ്ങനെ കിറിറ്റോ വന്ന് നോക്കുന്ന സമയത്ത് ഈ കുട്ടി എങ്ങനെയാണ് ഇവിടെ എത്തിയത്, ചിലപ്പോൾ പേരൻസിൻ്റെ അടുത്ത് വഴി തെറ്റി പോകുന്നതായിരിക്കും എന്നൊക്കെ കിറിറ്റോ പറയുന്നുണ്ട്. ആ കുട്ടിയും കൊണ്ട് അവർ നേരെ അവരുടെ വീട്ടിലേക്ക് വരികയാണ്. അവിടെ കുട്ടിയെ ഒരു വീട്ടിലേക്ക് കടത്തിയിട്ടുണ്ട്. അങ്ങനെ അവർ അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവൾ അവിടെ നിന്ന് എണീക്കുകയാണ്. അവളുടെ പേര് പോലും അവൾക്കിപ്പോൾ ശരിക്കും ഓർമ്മയില്ല. അങ്ങനെ കിറിറ്റോയും ആസനയും അവർ രണ്ടുപേരും പേര് അവൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷെ അവളെ കൊണ്ട് ശരിക്കും പറയാൻ പറ്റുന്നില്ല. അവൾ ചോദിക്കുകയാണ്, ഞാൻ നിങ്ങൾ രണ്ടുപേരെയും അച്ഛാ അമ്മ എന്ന് വിളിക്കട്ടെ എന്ന്. കിറിറ്റോയും ആസനയും അതിന് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവർ ഫുഡ് കഴിക്കുകയാണ്. ആ സമയത്ത് അവൾക്ക് മാത്രം ആസന സ്പെഷ്യലായിട്ട് കൂടുതൽ എരിവൊന്നുമില്ലാത്ത ഭക്ഷണം കൊടുക്കുമ്പോൾ അവൾ സ്പൈസുള്ള ഫുഡ് വേണമെന്ന് പറയാണ്. അങ്ങനെ കിറിറ്റോ അത് അവൾക്ക് കൊടുക്കുന്നുണ്ട്. അവൾക്കത് ഇഷ്ടപ്പെടുന്നു. ആ സമയത്താണ് അവൾക്ക് അവളുടെ പേര് ഓർമ്മ വന്നു പറയണത്. അവളുടെ പേര് യുവി എന്നാണെന്ന് പറയാണ്. അങ്ങനെ അവരവളെ യുവി എന്നും വിളിക്കുന്നുണ്ട്. യുവി ഇപ്പോൾ കിടന്നുറങ്ങാണ്. ആ സമയത്ത് ആസനയും കിറിറ്റോയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാലും അവളുടെ പേരൻസിൻ്റെ അടുത്തേക്ക് എത്തിക്കണമെന്നും അതുപോലെ അവളുടെ ആ നാട്ടിലേക്കും അവളെ കൊണ്ടെത്തിക്കണം, അതല്ലെങ്കിൽ അത് വലിയൊരു പ്രശ്നമെന്ന് പറയാണ്. അങ്ങനെ നമുക്ക് ആദ്യം തന്നെ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ തിരഞ്ഞു നോക്കാമെന്ന് അവർ സംസാരിച്ച് ഉറപ്പിക്കുകയാണ്. അവർ നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ യുവിനോട് അവർ നിനക്ക് ഇതുപോലത്തെ ഏതെങ്കിലും സ്ഥലങ്ങളൊക്കെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ അവൾക്ക് ഇതൊന്നും കണ്ടിട്ട് ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുകയാണ്. ആ സമയത്ത് അവരെന്തോ ഒരു ശബ്ദം കേട്ട് അങ്ങോട്ട് പോയി നോക്കുകയാണ്. അവിടെയുള്ള ഗാർഡ്സ് 3 കുട്ടികളെ ശല്യപ്പെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സിസ്റ്റർ അതിനെതിർക്കാണ്. അവരോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ ഗാർഡ്സ്. ആ സമയത്താണ് അങ്ങോട്ട് ആസനയും കിറിറ്റോയും വരുന്നത്. ആസന അവരോട് നോക്കി നിൽക്കാൻ വേണ്ടി പറയാണ്. മുന്നോട്ടേക്ക് ഒരു ഗാർഡ് വന്നിട്ട് അയാളുടെ സോഡ് പുറത്തേക്ക് എടുക്കുകയാണ്. അങ്ങനെ ആസന അവളുടെ സോഡും പുറത്തേക്ക് എടുക്കുകയാണ്. അവളുടെ സോഡായിട്ട് ഉപയോഗിച്ച് അയാൾ അവിടെ വീഴ്ത്തുകയാണ്. അങ്ങനെ ഇത് കണ്ട എല്ലാവരും അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. അയാൾ ക്ഷമ ചോദിച്ച് അവിടെ നിന്ന് ഓടിപ്പോകാൻ ശ്രമിക്കുമ്പോൾ അപ്പോൾ ആസന ഒന്ന് കൊടുക്കുകയാണ്. അങ്ങനെ ബാക്കിയുള്ള ഗാർഡ്സിനോട് അറ്റാക്ക് ചെയ്യാൻ പറയുന്നുണ്ടെങ്കിലും അവർക്ക് പേടിച്ച് അവിടെ നിന്ന് ഓടിപ്പോവാണ്. ഇപ്പോൾ ആ 3 കുട്ടികളും ആസനയുടെ ഫാൻസായ പോലെ നിൽക്കുകയാണ്. അങ്ങനെ അങ്ങോട്ടേക്ക് അവരെല്ലാവരും വന്ന് നന്ദി പറയാണ്. ആ സമയത്താണ് യുവിയുടെ അടുത്ത് എന്തോ ഒരു ഈവിൾ പവേഴ്സൊക്കെ വന്ന പോലെ ഫീൽ ആവുന്നത്. അതിനോടൊരു ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള വലിയൊരു സൗണ്ട് വരുന്നുണ്ട്. അങ്ങനെ ഇവിടെ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.